ഹലോ, ഇന്ന് സൺഡേ ഒക്കെ അല്ലേ, ഒന്ന് പുറത്ത് പോയി ഒരു മൂവി കാണാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. തുടരും എന്നാണ് മൂവി, എല്ലാവരും കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോക്കാണ്. മോഹൻലാലിൻ്റെ ത്രില്ലർ മൂവിയാണെന്നെല്ലാം പറയുന്നുണ്ട്. നമ്മൾ കണ്ടിട്ടില്ലല്ലോ, അപ്പോൾ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ഏട്ടനാണെങ്കിൽ മോഹൻലാലിൻ്റെ ഫാനാണ്. എന്നിട്ട് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോക്കാണ്. ഏതാ വെയിലെന്നറിയാം, എൻ്റെ അപ്പോൾ രാവിലെ ആയി 10-10:30 ആയതേ ഉള്ളൂ, അപ്പോഴത്തേക്കും ഭയങ്കര വെയിലാണ്. അപ്പോൾ ഒരു രക്ഷയുമില്ല വെയിലും കൊണ്ട്. ഹെൽമെറ്റ് ഇട്ടിട്ടല്ലേ ഉള്ളത്, ഹെൽമെറ്റ് ഇട്ടിട്ട് എന്ത് കാര്യം, വെയിലിങ്ങനെ കണ്ണിലേക്ക് ഇങ്ങനെ സൂര്യനിങ്ങനെ കണ്ണിലേക്ക് ഇങ്ങനെ കുത്തലാണ്. സവിത തിയേറ്ററാണ്. സവിത തിയേറ്ററിൻ്റെ മുമ്പിലേക്ക് എത്തി. കുറേ പിക്ചറെല്ലാം ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ പ്രിൻസ് എന്നെല്ലാം എഴുതിയിട്ടുണ്ട്. ആദ്യം പ്രിൻസ് കാണണമെന്ന് വിചാരിച്ചത്, പിന്നെ തുടരുന്ന് കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ തുടരുമ്പോൾ കാണാം. എന്നിട്ട് അങ്ങനെ ഏട്ടനതാ കൗണ്ടറിൻ്റെ അടുക്ക് എത്തി. ടിക്കറ്റ് മുറിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കലാണ്. എത്ര മണിക്കെല്ലാം എവിടെയെല്ലാം ഇരിക്കാൻ പറ്റും. നമുക്ക് ബാക്കിലിരിക്കാമെന്നെല്ലാം വിചാരിച്ചതാണ്. അപ്പോൾ നോക്കുമ്പോൾ നമ്മൾ കുറച്ച് വരാൻ ലേറ്റായിപ്പോയി. അതുകൊണ്ട് നമുക്ക് ബാക്കിലിരിക്കാൻ പറ്റിയിട്ടില്ല. മുമ്പിലായിപ്പോയി. നമ്മൾ അത്ര മുമ്പിലൊന്നുമല്ല, കാണാൻ പറ്റുന്ന ഒരു ഇതിലാണ്. നമ്മളിവിടെ ഇരുന്നിട്ട് ഏട്ടൻ എന്തോ വെക്കട്ടെ എന്ന് പറഞ്ഞു, ഇത് വണ്ടിയിൽ വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ഏട്ടൻ വന്നിട്ടുണ്ട്, മോളത് പായുന്നു. അപ്പോൾ അവർക്ക് എന്തെങ്കിലും തിന്നാൻ വേണ്ടിക്ക്, പിന്നെ അവർ സിനിമ തുടങ്ങിക്കഴിഞ്ഞാൽ പിള്ളേർ അടങ്ങിയിരിക്കണമെങ്കിൽ എന്തെങ്കിലും മേടിച്ചു കൊടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ച് സ്ലൈസ്, 2 കുപ്പി സ്ലൈസും പിന്നെ 2 പാക്കറ്റ് ലേസ്, അങ്ങനത്തെ കുറച്ച് സാധനം മേടിച്ച് ഇപ്പോൾ അകത്തേക്ക് കയറാൻ പോക്കാണ്. ഭയങ്കര തിരക്കാണ്, വെക്കേഷൻ ടൈം ആയതുകൊണ്ട് ഭയങ്കരം ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. കുട്ടികളും ഇല്ലാളും എൻ്റെ അപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ആൾക്കാരെല്ലാം ഇങ്ങനെ കയറിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ സീറ്റിലേക്ക് ഇരുന്ന് ഇരിക്കം ബേക്ക് അമ്മ എനിക്ക് എന്തോ മേടിച്ചിന്ന് പറഞ്ഞ് ലേസ് മേടിച്ച് പോകാൻ അപ്പാട് ലേസെല്ലാം കൈമലാക്കി അതെല്ലാം പൊട്ടിച്ച് തിന്നാൻ തുടങ്ങി. അപ്പോൾ നമ്മളെ മൂവി തുടങ്ങി. ലാലേട്ടൻ്റെ ഫസ്റ്റ് തന്നെ ലാലേട്ടൻ്റെ ഫോട്ടോ എല്ലാം പണ്ടത്തെ പഴയ ഫോട്ടോ എല്ലാമാണ് കാണിക്കുന്നത്. അടിപൊളിയാണ്. തുടരും. ഓ എടാ, ഫസ്റ്റ് സീന് കഴിഞ്ഞു. ഞാൻ ലാസ്റ്റത്തെ പോകുന്ന ഭാഗം എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. മൂവി കഴിഞ്ഞിട്ട് പോകുന്നത്. ഇനി അത് കഴിഞ്ഞായിട്ട് നമ്മളെന്താക്കി, ഭയങ്കര ദാഹമായതുകൊണ്ട് ഫുഡൊന്നും കഴിക്കാൻ തോന്നുന്നില്ല. പപ്സ് എല്ലാം തിന്നുകൊണ്ട് വലിയ വിശപ്പില്ല. അതുകൊണ്ട് നമ്മൾ ഫലൂദ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമ്മൾ ഐസ്ക്രീം കുടിക്കാൻ വന്നേ പറ, നമ്മൾ സ്ട്രോബെറി, നമ്മൾ ഫലൂദ കുടിക്കാൻ വന്നേന്ന് പറ, ഇങ്ങ് നോക്കി പറ. ഫലൂദ കുടിക്കാൻ വന്നു. ഓന് പിക്ചറെല്ലാം കണ്ടിട്ട് അമ്മ എനിക്ക് അതാ വേണ്ട അമ്മ, എനിക്ക് ഇതാ വേണ്ട അമ്മയെന്ന് പറയല. നമ്മളെ ഫലൂദ വന്നിട്ട് തോൻ എന്ത് മേടിച്ചാലും കുടിക്കുന്നില്ല. എനിക്ക് അത് വേണം. ഒരു ഫോട്ടോയിൽ ഒരു കോൺ ഐസ്ക്രീമിൻ്റെ പിക്ചർ ഒട്ടിച്ചിന്, എനിക്ക് അത് വേണമെന്നാണ് പറയുന്നത്. ചോക്ലേറ്റ് അത് കുടിക്കലുണ്ട്, എന്താണെന്നറിയില്ല. ഇപ്രാവശ്യം വേണ്ടാന്ന് പറഞ്ഞു. മോളും കൊടുക്ക്, ചേച്ചി എനിക്ക് അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞാൽ ഓളും എൻ്റെ വായിൽ വെച്ചെടുത്ത് എനിക്ക് അത് വേണ്ട ഇത് വേണ്ട എന്നെല്ലാം പറയുന്നു. കുറേ സമയം ഞാൻ കൊടുക്കാൻ നോക്കുന്നു, കുടിക്കുന്നൊന്നുമില്ല. കുടിക്കാണ്ട് നേരെ ഏട്ടൻ എന്താക്കിയൊരു ഓനായിട്ട് മറ്റേ കോൺ ഐസ്ക്രീമിന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കോൺ ഐസ്ക്രീം വരും. കോൺ ഐസ്ക്രീം വന്നു, അത് തിന്നെയാണ്. ഓ അതിൻ്റെ സ്വള്ളം കളി കണ്ട ഇതിനാണ് ഇത്ര സമയം കളിച്ചത്. സൂപ്പറാന്ന് എന്നെല്ലാം പറയുന്നുണ്ട്. സൂപ്പറാ. എൻ്റെ മോള് കുറേ ദിവസം ചുമയിലായതുകൊണ്ട് ഫലൂദയൊന്നും മേടിച്ചെടുക്കില്ല. അപ്പോൾ ഫലൂദ ഓള് പറഞ്ഞിട്ട് അങ്ങനെ കയറിയതാ. ഫലൂദൻ്റെ പേരെന്താണെന്ന് ചോദിക്കുന്നത് എനിക്ക് മറന്നുപോയി സത്യത്തിൽ. ചോക്ലേറ്റ് കരാമൽ ആണ് ഈ ഫലൂദൻ്റെ പേര്. ഇത് കിട്ടാനിട്ടാന്ന് ഓള് ഇല്ലപ്പോ. ചോക്ലേറ്റ് വിക്കറ്റാ. ഇഷ്ടായ? സൂപ്പർ.
അടിപൊളി. ഇങ്ങനെ 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 ആക്ക്. ഇങ്ങനെ ഇങ്ങനെയാക്ക്. ശരിയപ്പാ സന്തോഷം കണ്ട. അങ്ങനെ ഫെലുതെല്ലാം കുടിച്ച് ഇറങ്ങി. അപ്പം വീട്ടിലെത്തിക്കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും എന്തെങ്കിലും വാങ്ങി താച്ചാന്ന് പറയുന്നുണ്ട്. ഏട്ടൻ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്കൊരു മന്തിയല്ല സോറി, അൽഫാം വാങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ അൽഫാം വാങ്ങാൻ വേണ്ടിയിട്ട് കയറിയതാണ്. ഓർഡർ ചെയ്തിട്ടുണ്ട്. വേറെ എവിടെയൊക്കെ നോക്കിയാൽ ആയിനില്ല. എന്നിട്ട് എൻ്റെ ഇവിടെ സെലക്ട് എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ്, അവിടേക്ക് ആയി എന്ന് പറഞ്ഞു. അല്ല 3-3:30 4 മണി ആകുന്നേ ഉള്ളൂ. അപ്പോൾ ഓരോന്നെല്ലാം ആയി വരുന്നതേ ഉള്ളൂ. ഷവർമ്മയെല്ലാം ആകുന്നതേ ഉള്ളൂ. ഭയങ്കര വെയിലെല്ലാണ്. അപ്പോൾ വെയിലിൻ്റെ കാര്യമൊന്നും പറയാത്തതാണ് നല്ലത്. അപ്പോൾ ഓരോ ചേട്ടന്മാർ ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കല. ഷവർമ്മൻ്റെ എല്ലാം പൊറോട്ട ഒക്കെ എല്ലാം ഒന്നടിക്കുന്നു. ഗ്രിൽ ചിക്കൻ ആക്കുന്നുണ്ട്. ഗ്രിൽ ചിക്കൻ ഞാൻ ഇങ്ങനെ നേരിട്ട് ഗ്രിൽ ചിക്കൻ പറയുന്നത് കേട്ടിരുന്നല്ലാണ്ട് ഞാൻ ഇങ്ങനെ നേരിട്ടൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ കണ്ടാരൊന്ന് വെറുതെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ചേട്ടന്മാർ മറിക്കുന്നുണ്ട. അപ്പോൾ നമ്മളെ അൽഫാം ഇവിടെ എത്തിയിട്ടുണ്ട്. ഏട്ടൻ വാങ്ങലാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിള്ളേർക്ക് മുട്ടായി എല്ലാം കൊടുത്ത്. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയല്ലേ ഉള്ളൂ. സൺഡേ ഇന്നലത്തേതാണ്. അപ്പോൾ ഇന്നലത്തെ വീഡിയോസാണ്. അപ്പോൾ ഞാൻ ഇന്ന് പോസ്റ്റ് ആക്കലാണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് വരുന്നത് വരെ ബായ്.